സാറാണ്. നമ്മൾ ഇന്ന് +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ എന്തായാലും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു പഠിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് നിങ്ങളൊന്നും മാറ്റം വരുത്തുകൊണ്ട് പഠിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എളുപ്പമുള്ള രീതികളെ കുറിച്ചൊക്കെ വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് പഠിക്കുന്നു എന്നുള്ള സ്ട്രാറ്റജി ഉറപ്പായിട്ടും മാറ്റണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ള ഒരു വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, ഒത്തിരി കുട്ടികൾ ഇപ്പോഴും ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാതെ മീൻസ് അവര് മറന്നുപോയി അറിഞ്ഞില്ല എന്നുള്ളൊരു കാരണത്താൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് എന്നെ കുറേ കുട്ടികൾ എന്നെ വിളിച്ചു പറയുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഓൾറെഡി എപ്പോഴും നമ്മൾ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ളൊരു ക്ലാസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല കുട്ടികളും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു വിഷമവും നഷ്ടവും ഒക്കെ ഭയങ്കരമാണ്. പിന്നെ അവർക്ക് ഇനി സേ എഴുതാൻ പറ്റുമോന്നോ, മീൻസ് +2ന്റെ റെഗുലർ എക്സാം കഴിഞ്ഞിട്ട് സേ എക്സാമിന് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ കൺഫേം ഒക്കെ നമുക്ക് പിന്നീടായിട്ട് ഞാൻ നിങ്ങളെന്ന് ഓർമ്മിച്ചെന്നുള്ളൂ. ഓരോ കാര്യവും മിസ്സാവുന്നതിന്റെ നഷ്ടങ്ങൾ വലുതാണ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ എക്സാം നിങ്ങളിപ്പോ ഒരു ലാഘവത്തോടെ മീൻസ് സിമ്പിളായിട്ട് അതിനെ എടുത്ത് ജയിക്കുമായിരിക്കും എന്നുള്ള മനോഭാവത്തിലാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ പിന്നെയും പണി കിട്ടാം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് ജയിക്കണം എന്നുള്ള രീതിയിൽ കൂടെ ഡബിൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയം ഇപ്പൊ എത്ര ഉണ്ടോ അതിന്റെ ഡബിൾ എടുത്ത് പഠിക്കേണ്ട ഒരു വർഷമാണ് ഇത്. ഇനിയിപ്പോ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സുകൾ, അതിനുള്ളിൽ നിന്ന് എളുപ്പമുള്ള ചോദ്യങ്ങൾ, ചിലപ്പോൾ അതിനുള്ളിൽ ഉറപ്പായിട്ട് വരുന്ന ചോദ്യങ്ങളെയും പഠിക്കാറുണ്ട്. പക്ഷെ എന്റെ 1-2 കാര്യങ്ങളൊന്ന് സജഷൻസുകൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഇപ്പൊ മാത്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ കെമിസ്ട്രി ഏത് ചാപ്റ്റർ ആണോ ഓരോ സബ്ജക്റ്റിൽ നിന്നും പഠിക്കുന്നത് അതിനിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലംസുകൾ എക്സ്ട്രാ അതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ എക്സ്ട്രാ നിങ്ങൾ ഒരു 2 തവണ 3 തവണയെങ്കിലും എഴുതി പഠിക്കണം. പ്രത്യേകിച്ച് മാത്സ് ആൻഡ് ഫിസിക്സ് ഉറപ്പായിട്ടും. ഇപ്പൊ നമുക്ക് സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്, ഇപ്പൊ മാത്സ് വരുന്ന ഒരു സാധാരണ ഒരു സോൾവ് ചെയ്യാൻ വേണ്ടി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 6 മാർക്ക് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ തെറ്റിപ്പോയ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു 3 ടൈംസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 3 ചോദ്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കണം. ആ ചോദ്യം തന്നെ അതേപോലെ നിങ്ങൾക്ക് ഉറപ്പാകുന്ന ക്വസ്റ്റ്യൻസുകൾ ഒരെണ്ണമത്തെ ഒരിക്കലും നിർത്തരുത്. ഒരു 3 ടൈംസ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ തന്നെ ചെയ്ത് തീർത്തു എന്ന് ഉറപ്പിച്ചുകൊണ്ടേ ഓരോ ക്വസ്റ്റ്യൻസും വിടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാറി വന്നാൽ, ഇപ്പൊ നിങ്ങളിപ്പോ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ അതേപടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമായേക്കാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ കണ്ടിട്ട് ക്വസ്റ്റ്യൻസുകളെല്ലാം കണ്ടിട്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നത് ഒരു ചോദ്യത്തിൽ ഒരിക്കലും നിർത്തല്. അതിപ്പോ ഫിസിക്സ് ആണെങ്കിലും നിങ്ങൾ 3 ടൈംസ് ഇപ്പൊ ഒരു ഡെറിവേഷനോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അത് 3 ടൈംസ് എഴുതി പഠിക്കണം. കാരണം ആ ചോദ്യത്തിന് ചോദിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് എത്രയാണോ അത്രയും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് കുറയാൻ സമ്മതിക്കരുത്. അതേപോലെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സുകളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയുടെ ഒരു 1-2 ചാപ്റ്റേഴ്സുകൾ ഒന്ന് അഡീഷണൽ ആയിട്ട് ഒന്ന് ആഡ് ചെയ്തേക്കണം. നിങ്ങളിപ്പോ പഠിച്ചിരിക്കുന്നത് ചിലരുണ്ടല്ലോ എനിക്കത് പഠിക്കാനേ വയ്യ, ചിലരെന്താണ് കുറച്ചൊക്കെ പഠിക്കാം, കുറച്ചൊക്കെ പഠിക്കാമെന്ന് മനസ്സിൽ തോന്നിയ ചാപ്റ്ററുകളെ ഇത്തിലൂടെ ഒന്ന് കൂടുതൽ ഒന്ന് കരുതിയിരിക്കണം. പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടതാ. പഴയതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, ഒരു 2 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇന്നത് പഠിച്ചാൽ മതി, ഉറപ്പായിട്ടും വരും. പക്ഷെ ഇപ്പം നമുക്ക് ഇന്നത് പഠിച്ചാൽ മതി എന്ന് ഉറപ്പായിട്ട് വരുമെങ്കിലും ചോദ്യത്തിന്റെ സ്ട്രക്ചറിന് മാറ്റമുണ്ട്. ചിലപ്പോൾ വേറെ രീതിയിൽ കൂടെ ആ ക്വസ്റ്റ്യൻ വരാം. ആ ടോപ്പിക് സെയിം ആയിരിക്കും, ചെയ്യേണ്ട ക്വസ്റ്റ്യന്റെ എല്ലാം സെയിം ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്ന രീതിയിൽ മാറ്റം വന്നാൽ നമുക്ക് അതിനാ പറഞ്ഞത് ആ ക്വസ്റ്റ്യന്റെ ആയിട്ടുള്ള ഡിഫറെന്റ് ആകുന്ന പ്രോബ്ലംസോട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാം ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾ പലരും ചെയ്യുന്നത് ചുമ്മാതെ കുറച്ചേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിച്ചു പഠിക്കും. എക്സാമിന് എത്തുമ്പോൾ പലതും വിഴുങ്ങിയായിരിക്കും ഒരു ഡെഫിനിഷൻ പോലെ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ അവർ മാർക്ക് തരത്തില്ല. അപ്പൊ നിങ്ങൾ അതോട് ഓർക്കണം. അപ്പൊ നിങ്ങൾ അതും ഇതിനെല്ലാം എഴുതി പഠിക്കാനുള്ള സമയം കണ്ടെത്തണമെന്നാണ് എൻ്റെ ഇന്നത്തേലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. എഴുതി പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. ഈ എഴുതുമ്പോൾ ഉറക്കം വരും, പ്രശ്നമാ, ഭയങ്കര ക്ഷീണം തോന്നും, കൈക്ക് വേദന എടുക്കും, കാരണം ചെയ്യാതെ ശീലമല്ലേ. ഇതൊന്നും നിങ്ങൾ മുന്നിൽ നിങ്ങളുടെ ഒരു മടി, ഇവനെ ഒന്നും നിങ്ങൾ മടിയെ വിജയിക്കാനുള്ള അവസരം കൊടുക്കല്ലേ കേട്ടോ.
മടിയെ കവർ ചെയ്യാനുള്ളതാണ് നിങ്ങളുടെ ജോലി. മടി വന്നാൽ മടിയെ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് തീർക്കാനുള്ള ജോലികൾ എത്രയും വേഗം നന്നായിട്ട് തീർക്കുക. അങ്ങനെ സന്തോഷം മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്കിപ്പോൾ ഗവൺമെന്റിന് എല്ലാവരെയും ജയിപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും ജയിക്കാത്തവരെ ജയിപ്പിക്കുന്ന കാര്യം ഇല്ല. അവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ഓരോരുത്തരും ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം, ഓരോരുത്തരും സന്തോഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കണോ, നിങ്ങളുടെ ഉത്തരവാദിത്വം അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, ശരിയല്ലേ? വേറൊരാൾ എത്ര വിചാരിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരിക്കലുമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് നന്നായിട്ട് പഠിച്ച്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കൂടുതൽ പഠിക്കുന്നതിന് ആരും വഴക്കൊന്നും പറയത്തില്ലല്ലോ. അങ്ങനെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആ ജയത്തിൽ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? സന്തോഷം കിട്ടും. എന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, മുന്നോട്ട് പോകാനുള്ള ഒരു അവസരവും കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതാ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഓരോ കുട്ടിയും, ഈ കാണുന്ന ഓരോ കുട്ടിയും ഇപ്പൊ ചിന്തിക്കണം, ഞാൻ ഇത്രയും നാളും പഠിച്ച ആ രീതിയിൽ നിന്നും ഇത്തിരിയുടെ കൂടുതൽ പഠിക്കുക. അത് ഉറപ്പായിട്ടും പഠിക്കണം. കൂടുതൽ പഠിക്കാനുള്ള മനസ്ഥിതി, കൂടുതൽ പഠിക്കേണ്ടത് ഏതാണ് എന്നുള്ളതും തിരിച്ചറിഞ്ഞ് ഇന്ന് തൊട്ട് തുടങ്ങണം. ഓക്കെ, വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോകാനുള്ള ഒരു നല്ലൊരു മാർഗം കൂടിയാണ് ഇപ്പോൾ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഇനി എന്ത് ചെയ്യും? ഇനി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചപ്പോൾ 3 സബ്ജക്റ്റൊക്കെ ഉള്ള ഒരാള് 2 സബ്ജക്റ്റ് ജയിച്ചു, 3ാമത്തെ സബ്ജക്റ്റിന് 1 മാർക്കിനൊക്കെ പോയി, തോറ്റുപോയി എന്ന് പറഞ്ഞാലും പോയില്ലേ സംഭവം. അപ്പൊ അതുകൊണ്ട് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും നന്നായിട്ട് 100% സ്ട്രോങ് ആയിട്ട് പവറായിട്ട് നിന്ന് പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ പിന്നെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒട്ടും ഇതിനകത്തൊന്നും മടി വിചാരിക്കില്ല കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ക്ലാസ് ജോയിൻ ചെയ്യുന്നതൊക്കെ ഒരു മടിയും വിചാരിച്ചിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട. കാരണം ഇനി ഇതൊരു അവസരത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കല്ല, ഇതൊരു അവസരമാണ്, സമയമുണ്ട്, എല്ലാം ചിന്തിക്കാനുള്ള ടൈമുണ്ട്. ഓക്കെ, ഇതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെയും ഇതിലും ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.